മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണി വെക്കണം, അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കണം, അതൊക്കെയാണ് പരിപാടികൾ. നാളെ വിഷു ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഫുൾ വ്ളോഗും കൂടെ ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. അപ്പോൾ കണ്ണി വെക്കാനുള്ള ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കണി വെക്കാനായിട്ടുള്ള മാങ്ങ, ചക്ക, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. ഉരുളിയൊക്കെ വെച്ചു, അതിലോട്ട് പേപ്പർ ഇട്ടു, അരിയൊക്കെ വെച്ചു. എന്നിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി, അതുപോലെ തന്നെ വെണ്ടക്ക, മാങ്ങ, പംകിൻ, ഗ്രേപ്സ് എല്ലാം വെക്കുന്നുണ്ട്. പിന്നെ കൃഷ്ണനെ വെച്ചു, കളിക്കൊന്ന വെച്ചു, പിന്നെ വാൽക്കണ്ണാടി വെക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തുട്ടുകൾ കേട്ടോ ഒരു പ്ലേറ്റിലാക്കിയിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോവുകയാണ്. കുറേ പടക്കങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, പൊട്ടിക്കാൻ പോവുകയാണ്. സോ കം ഓൺ. ഇതൊക്കെയാണ് കേട്ടോ ഗൈസ് നമ്മൾ മേടിച്ചിട്ടുള്ള പടക്കങ്ങൾ. ഫസ്റ്റ് തന്നെ നമ്മൾ കമ്പിത്തിരിയൊക്കെ കത്തിച്ചു, പിന്നെ തലച്ചക്രത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തലച്ചക്രം കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പൂത്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. നല്ല കമ്പിത്തിരിയെക്കാട്ടിലും നല്ല രസത്തിൽ കത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സൈഡിൽ നിന്ന് മേശപ്പൂവും ഒന്നൊരു സൈഡിൽ നിന്ന് പിരിപിരിയും, അതൊരു വെറൈറ്റി സാധനമാണ്, അതും കത്തിച്ചു കൊടുത്തു. പിന്നെ പിരിപിരി ഒറ്റയ്ക്ക് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓലപ്പടക്കം കുറേ പൊട്ടിച്ചിട്ടുണ്ട്. നല്ല സൗണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞു, അടിപൊളിയായിട്ട് നമ്മൾ എല്ലാ പടക്കവും പൊട്ടിച്ചു. ഇനി കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് രാവിലെ കണി കണ്ട് കഴിഞ്ഞിട്ട് പൊട്ടിക്കാതെ വിചാരിച്ച് വെച്ചതാണ്. അപ്പോൾ ഇനി നമ്മൾ 5 മണി 5:15 5:30 ആകുമ്പോഴാണ് ഇനി ആ പടക്കങ്ങളൊക്കെ കണി കണ്ട ശേഷമാണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കണി വെച്ച ഉരുളിയിൽ വെച്ച സംഭവങ്ങളൊക്കെ നമുക്ക് ശരിക്ക് കാറ്റ് ഒരു സ്പേസിലോട്ട് വെച്ച് വിളക്കൊക്കെ വെച്ച് സെറ്റാക്കണം. ഇതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോക്കാം. ഇതാണ് കേട്ടോ ഗായ്സ് നമ്മൾ വെച്ചിട്ടുള്ള കണി. അങ്ങനെ പുലർച്ചെ കണി കണ്ട ശേഷം നമ്മൾ ബാക്കിയുള്ള പടക്കം പൊട്ടിക്കാനായിട്ട് പോയി. മേശപ്പൂവും ഓലപ്പടക്കവും ആളിപ്പടക്കവും പൂത്തിരിയും കമ്പിത്തിരി എല്ലാം നമ്മൾ കത്തിച്ച് കിട്ടാം. അതൊക്കെ കഴിയുമ്പോഴേക്കും ഒരു 6:15 ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കുക്കിംഗ് പരിപാടിയിലോട്ട് കടന്നു. അപ്പം കിച്ചണിൽ പോയിട്ട് നോക്കുമ്പോൾ അമ്മ പാച്ചോറൊക്കെ സെറ്റാക്കി വിഷ്കട്ടയാക്കി പരത്തി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാ ഫുഡും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉച്ചയ്ക്കായിട്ട്. പിന്നെ ഉച്ചയായി, വിളക്കൊക്കെ വെച്ചു, നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഓലപ്പടക്കവും മാലപ്പടക്കമൊക്കെ കത്തിച്ചു കേട്ടോ ഗൈസ്. അത് നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ തിരുത്തിക്കാട് പോകണം. പടക്കമൊക്കെ പൊട്ടിച്ചു. ഇനി അവിടെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി. അതൊക്കെ ഇനി നമ്മൾക്ക് തിരുത്തിക്കാട് പോകണം. സോ കം ഓൺ. അങ്ങനെ നമ്മൾ തിരുത്തിക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ മൂവിക്ക് പോവുകയാണ്. കുന്നകുളത്തോട്ടാണ് കേട്ടോ പോകുന്നത്. സോ പോവാം. ഇപ്പോൾ നമ്മൾ ബസൂക്ക മൂവിക്കാണ് കേട്ടോ പോയത്. മൂവി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു ആവറേജ് മൂവി അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അത്ര അടിപൊളിയല്ല, ഒരു ആവറേജ് മൂവിയാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. അതാണ് നെക്സ്റ്റ് പരിപാടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.